ഓം സ്വാമി ശരണമയ്യപ്പ. വാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളുടെയും വിശദമായിട്ടുള്ള അർത്ഥങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. അത് വിജയകരമായിട്ട് അമ്മ പൂർത്തിയാക്കി തന്നു. തുടർന്ന് രാമായണത്തെക്കുറിച്ചിട്ട് നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ പൗരാണികരായിട്ടുള്ള ഋഷീശ്വരന്മാർ നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള 2 ഇതിഹാസ മഹാപുരാണങ്ങളാണ് രാമായണവും മഹാഭാരതവും. ഇപ്പം രാമായണം നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ രാമായണത്തിന് വേണ്ടിയിട്ടൊരു മാസം തന്നെ നമ്മൾ കർക്കിടക മാസമായിട്ട് മാറ്റി വച്ചിട്ടുണ്ട്, പാരായണം ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും രാമായണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാറുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മഹാഭാരതത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മഹാഭാരതം നമ്മൾ ഒട്ടും തന്നെ പഠിക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് കുറച്ച് ചിരപരിചിതമായിട്ടുള്ളത് രാമായണമായതുകൊണ്ട് ആദ്യം രാമായണത്തെക്കുറിച്ചിട്ട് തന്നെ നമുക്ക് പഠിക്കാം എന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഹാഭാരതത്തിനെ കുറിച്ചിട്ട് നോക്കാം. ഏതായാലും നമ്മുടെ ഇടയിൽ പ്രചാരമുള്ളത് അധ്യാത്മരാമായണമാണ്. അപ്പോൾ ആദി മഹർഷിയായിട്ടുള്ള അല്ലെങ്കിൽ ആദി കവിയായിട്ടുള്ള വാൽമീകി മഹർഷിയാൽ വിരചിതമായിട്ടുള്ള വാൽമീകി രാമായണത്തിൻ്റെ പരിഭാഷയാണ് അധ്യാത്മരാമായണം എന്ന് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് പൗരാണികരായിട്ടുള്ള ആളുകൾ പറയുന്നത് പുരാരി ഗിരിസംഭൂത ശ്രീരാമാർണവസംഗത അധ്യാത്മരാമഗാംഗേയം പുനാദി ഭുവനത്രയം എന്നാണ്. ശ്രീപരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് അത് കീഴ്പോട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി 3 ലോകത്തെയും ശുദ്ധീകരിക്കുന്നു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രതിപാദനം അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള ബന്ധത്തെയാണ് അല്ലെങ്കിൽ വ്യത്യാസത്തെയാണ് വ്യക്തമായിട്ട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നദികളൊക്കെ സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ സമുദ്രജലം നീരാവിയായിട്ട് മേപ്പോട്ട് പൊന്തി മേഘമായിട്ട് തണുത്ത് കട്ട പിടിച്ച് വായുവിൽ ഇങ്ങ് പാറിക്കളിച്ച് തമ്മിൽ കൂട്ടിമുട്ടി വർഷമായി പതിച്ചൊഴുകിയിട്ടാണ് നദിയായി തീരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സമുദ്രത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് എല്ലാ നദികളുടെയും ഒഴുക്ക് എന്ന് നമുക്കറിയാം. അപ്പോൾ അവസാനം സമുദ്രത്തിൽ കൂടി ചേർന്ന് സമുദ്രമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എല്ലാ നദികളുടെയും ചരിത്രം ഇത് തന്നെയാണ്. അപ്പം ഗംഗാനദിയുടെ പ്രത്യേകിച്ചും ആദ്യ അവസാനം സമുദ്ര സ്വരൂപങ്ങളാണ് എന്നാണ്. അപ്പം നദികളാണ് എങ്കിലും സമുദ്രത്തേക്കാൾ ശ്രേഷ്ഠവും ഉപയോഗയോഗ്യവുമാണ് നദി എന്നുള്ളതാണ്. കാരണം നദീജലം ശുദ്ധമാണ്, അത് സ്നാനപാന യോഗ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ സമുദ്രം അപാരമാണ്, പക്ഷെ ജലം പാനയോഗ്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയുണ്ട്. അപ്പോൾ സമുദ്രജലം തന്നെയാണ് നദിയായി പരിണമിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും സമുദ്രത്തിൽ നിന്ന് കുറേ അംശത്തെ വെട്ടിത്തിരിച്ച് മറ്റൊരു ചാലിൽ കൂടി ഒഴുക്കിയത് കൊണ്ട് നദിയാവുന്നില്ല, അല്ലേ? അപ്പോൾ അതിനൊരു പ്രത്യേക സംസ്കാരം തന്നെ വേണം താനും. അപ്പോൾ ഇതുപോലെ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത് എന്നാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ലയിക്കുന്നതും. അപ്പോൾ അപാരമാണ് വാൽമീകി രാമായണം, അല്പമാണ് അധ്യാത്മരാമായണം. പക്ഷെ
ശ്രേഷ്ഠത കൂടുതലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വർണ്ണനകളെ കൊണ്ട് അപാരമാണ് വാൽമീകി രാമായണം. പക്ഷേ തത്വവിചാരം കൊണ്ടും ഭക്തിപ്രകടനം കൊണ്ടും സുന്ദരമാണ് അധ്യാത്മരാമായണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാരണത്താൽ വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ജീവനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള ബന്ധവും അപ്പോൾ വ്യത്യാസവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാൽമീകി രാമായണത്തെ അല്ല അധ്യാത്മരാമായണത്തെയാണ് നമ്മൾ കൂടുതൽ തത്വനിരൂപണ സ്വരൂപേണ പ്രകാശിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ വാൽമീകി മഹർഷിയാണല്ലോ രാമായണത്തിൻ്റെ ആചാര്യൻ, അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ തമസാ നദീതീരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പുണ്യാശ്രമം ഉണ്ടായിരുന്നത്. അപ്പോൾ തപസ്സും സ്വാധ്യായവും ബ്രഹ്മനിഷ്ഠയൊക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്ന അവസരത്തിൽ ഒരു ദിവസം പതിവ് പോലെ തന്നെ നദിയിലേക്ക് സന്ധ്യാവന്ദനത്തിന് മഹർഷി പോയ അവസരത്തിൽ അവിടെ വെച്ചൊരു അനിഷ്ട സംഭവം കാണാനിടയായി എന്നുള്ളതാണ്. അതായത് ദാമ്പത്യലീല ചെയ്തുകൊണ്ടിരുന്ന 2 ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ പതിയിരുന്ന കാട്ടാളൻ ഒരു ശരം കൊണ്ട് കൊന്നു വീഴ്ത്തി എന്നാണ്. അപ്പോൾ ആ ആൺപക്ഷി ചത്തു വീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കവയ്യാതെ ദയനീയമാകും വണ്ണം നിലവിളിക്കുകയും ചിറകിട്ടടിക്കുകയും ചെയ്തു എന്നാണ്. ആ കാഴ്ചയാണ് വാൽമീകി മഹർഷി കണ്ടത്. അപ്പോൾ ദുഃഖപരവശനായിട്ടുള്ള ആ സാധു പക്ഷിയുടെ ദയനീയാവസ്ഥയെ കണ്ട് വാൽമീകി മഹർഷിയുടെ മനസ്സലിഞ്ഞു എന്നാണ്. അദ്ദേഹം അറിയാതെ കൊണ്ട് തന്നെ ഏതോ ഒരു ദിവ്യശക്തിയാൽ പ്രചോദിതനായിട്ട് ആ കാട്ടാളനെ ശപിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടി പുറത്തു വന്നു എന്നാണ്. അത് ശ്ലോകരൂപത്തിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുവരെയും ഇല്ലാത്തതും അപ്പോൾ പുതിയതായി ആരംഭിച്ചതുമാണ് ഈ ശ്ലോകഘടന എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അക്ഷരസമൂഹത്തെ വൃത്തനിബന്ധനയിൽ ഒതുക്കി ആശയത്തെ വെളിപ്പെടുത്തലാണല്ലോ ശ്ലോകത്തിൻ്റെ രൂപം എന്ന് പറയണത്. അപ്പോൾ ഈ സമ്പ്രദായം ആദ്യം തന്നെ ലോകത്തിൽ പ്രകടമായി തീർന്നത് വാൽമീകി മഹർഷിയിൽ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ വാൽമീകിയിൽ കൂടി ഒന്നാമതായി പുറപ്പെട്ട ആ ശ്ലോകം കാട്ടാളനെ ശപിക്കാൻ വേണ്ടി ആയിരുന്നു എന്നുണ്ടെങ്കിലും അതേ സമയത്ത് ശ്രീരാമചന്ദ്ര സ്വരൂപിയായ ഭഗവാന് ഒരാശംസയുമായിരുന്നു എന്നാണ് പറയണത്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വാ മാഗമ ശാശ്വതീ സമാ യൽ ക്രൗഞ്ചമിഥുനാദേക മാവതീം കാമമോഹിതം എന്നുള്ളതാണ് ആ മഹർഷി അപ്പോൾ ചൊല്ലിയ ആ ശ്ലോകം എന്ന് പറയണത്. അപ്പോൾ ക്രൗഞ്ചമിഥുനത്തിൽ നിന്നും കാമമോഹിതമായ ഒന്നിനെ കൊന്ന് പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചതുകൊണ്ട് അല്ലയോ കാട്ടാള നീ നശിച്ചുപോ, ഇതാണ് ശാപസ്വരൂപമായിട്ടുള്ള അർത്ഥം വരുന്നത്. ഇനി ക്രൗഞ്ചമിഥുനത്തിൽ നിന്നും കാമമോഹിതമായ ഒന്നിനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചതുകൊണ്ട് അല്ലയോ ലക്ഷ്മീവല്ലഭനായ ശ്രീരാമചന്ദ്ര അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ, ഇതാണ് അനുഗ്രഹസ്വരൂപമായിട്ടുള്ള അർത്ഥം എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ ആദ്യത്തേതിലെ ക്രൗഞ്ചമിഥുനത്തിന് ക്രൗഞ്ചപക്ഷികളുടെ യുഗ്മമെന്നും രണ്ടാമത്തേതിൽ മണ്ഡോദരി രാവണന്മാരാകുന്ന രാക്ഷസ ദമ്പതികൾ എന്നും നമ്മൾ അർത്ഥം കൽപ്പിക്കണം. അപ്പോൾ കാമമോഹിതനായ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രാമായണ സാരം മിക്കവാറും അതിൽ ഒതുങ്ങിയതായിട്ട് നമുക്ക് കരുതുകയും ചെയ്യാം. അപ്പോൾ ഏതായാലും ഈ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ വിത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊട്ടിമുളച്ച് പടർന്നു പിടിച്ചിട്ടാണ് ഇന്ന് നാം കാണുന്നതായിട്ടുള്ള രാമായണ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ, അനേകം രാമായണങ്ങളില്ലേ. അപ്പോൾ രാമായണ കൃഷിക്കുള്ള ഈ ആദി ബീജം വാൽമീകിക്കാണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ കൃഷിക്കാരൻ അദ്ദേഹമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ വിത്ത് കൊണ്ടാണ് പിന്നീട് മറ്റുള്ളവർ കൃഷി ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ സന്ധ്യാവന്ദനവും
കാട്ടാളനെ ശപിക്കലും ഒക്കെ കഴിഞ്ഞ് മഹർഷി തൻ്റെ ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോഴേക്കും ജഗത്തിൻ്റെ സൃഷ്ടികർത്താവും വേദസ്വരൂപനുമായിട്ടുള്ള ബ്രഹ്മദേവൻ വാൽമീകിയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് എഴുന്നള്ളി വന്നു എന്നാണ് കഥ. അപ്പോൾ വാൽമീകിക്ക് അത്ഭുതമായി. കാരണം ദേവശ്രേഷ്ഠനായ ഹിരണ്യഗർഭൻ തന്നെ കാണാൻ വേണ്ടി തൻ്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഥ. ഏതായാലും വാൽമീകി മഹർഷി പരിഭ്രമിച്ച് വേഗത്തിൽ അദ്ദേഹത്തെ വേണ്ട പോലെ പൂജിച്ച് വന്ദിച്ചു. ബ്രഹ്മദേവൻ വാൽമീകി കാട്ടാളനെ ശപിച്ച ശ്ലോകത്തിലൊരുങ്ങിയ രാമായണാർത്ഥത്തെ പ്രകാശിപ്പിച്ച് അതിനെ വിസ്തരിച്ച് ഉപന്യസിക്കാനായിട്ട് നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വാൽമീകിയെ അനുഗ്രഹിച്ച് അന്തർധാനവും ചെയ്തു. അപ്പോൾ ബ്രഹ്മദേവൻ്റെ ആ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി സമാഹിതചിത്തനായിട്ട് രാമായണ ചരിത്രങ്ങളെ സമാധിയിൽ കൂടി ദർശിച്ച് തനിക്കറിയാൻ കഴിഞ്ഞതിനെ പുറമേക്ക് പ്രകാശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ആദി രാമായണം അല്ലെങ്കിൽ വാൽമീകി രാമായണം. അപ്പോൾ അതിൽ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, അതേപോലെ കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം, ഇങ്ങനെ 7 കാണ്ഡങ്ങളും 7ലും കൂടി ആകെ 24,000 ശ്ലോകങ്ങളായിട്ടാണ് വാൽമീകി മഹർഷിയുടെ രാമായണത്തിൻ്റെ ആവിഷ്കരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രാമായണത്തിൻ്റെ ഒരു അംശമാണ് വാൽമീകി മഹർഷിയാൽ തന്നെ പ്രണീതമായിട്ടുള്ള യോഗവാസിഷ്ടം എന്നാണ് പറയാറുള്ളത്. എന്നാൽ രാമായണ രചനയ്ക്ക് ശേഷമാണ് യോഗവാസിഷ്ട രചനയെന്നും ചിലർക്ക് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ കൂടുതൽ പ്രചാരത്തിന് വേണ്ടിയിട്ട് രാമായണത്തോടു കൂടി യോജിപ്പിച്ചുകൊണ്ട് ബന്ധപ്പെടുത്തിയതാണെന്നും പിന്നെ ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും യോഗവാസിഷ്ഠൻ രാമായണത്തോടൊപ്പമോ അല്ലെങ്കിൽ പിന്നീടോ എപ്പോൾ എഴുതിയതായാലും രാമായണവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനാൽ യോഗവാസിഷ്ടം കൂടി ചേർന്നതാണ് വാൽമീകി രാമായണമെന്ന് ധരിച്ചാൽ കൂടി അതിലൊരു തെറ്റ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ യോഗവാസിഷ്ടം 32,000 ശ്ലോകങ്ങളാണ്. അതും കൂടി കൂടുമ്പോൾ വാൽമീകി രാമായണം 56,000 ശ്ലോകങ്ങളായി മാറുകയാണ്. അപ്പോൾ ഏതായാലും ഈ വാൽമീകി രാമായണത്തിൻ്റെ അധ്യാത്മവശത്തെ മാത്രം വലിച്ചെടുത്ത് ചുരുക്കിയാണ് അധ്യാത്മരാമായണം രചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ യോഗവാസിഷ്ടത്തെ സംഗ്രഹിച്ചെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതൊഴിച്ച് ബാക്കി എല്ലാ വശങ്ങളെയും സംഗ്രഹിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ലൗകിക ഛായയെ തീരെ കളഞ്ഞ് അധ്യാത്മഭാവത്തെ മാത്രം വികസിപ്പിച്ച് എഴുത്തതാണ് അധ്യാത്മരാമായണം എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ശ്രീപരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്ന രൂപത്തിലാണ് അധ്യാത്മരാമായണം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ആചാര്യൻ ശ്രീപരമേശ്വരനാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാം. എന്നാൽ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രണേതാവ് ആരെന്നുള്ള വിഷയത്തിൽ പലരുടെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അധ്യാത്മരാമായണത്തിൻ്റെയും കർത്താവ് ശ്രീ വേദവ്യാസ മഹർഷി തന്നെയാണെന്നാണ് വിദ്വാൻമാരുടെ ഇടയിൽ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെ. അപ്പോൾ അല്ലെങ്കിൽ ഗ്രന്ഥത്തെ രചിച്ച കവിയെക്കുറിച്ചിട്ടുള്ള അന്വേഷണമല്ല, ഗ്രന്ഥപ്രതിപാദിതമായ വിഷയമാണ് ഓരോരുത്തർക്കും ആവശ്യമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഏതായാലും പ്രാരംഭ ഭാഗം ഇന്ന് ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ.